ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സീക്രട്ടാണ്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു കോള് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പേടിയാണ് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു, മെസ്സേജിങ് ഉണ്ടായിരുന്നു, കോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. പക്ഷെ ഇപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നേനെ, എൻ്റെ സ്ട്രെസ് എല്ലാം ഒഴിവായേനെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ കണ്ണ് തുറന്ന് ആദ്യം ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ്. കോട്ടേജ് സമയം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം ഇത് ചെയ്ത ഉടനെ നിങ്ങൾ പിന്നെ കിടക്കണം. ഉറങ്ങാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തെന്ന് വരും, പക്ഷേ ഇത് ചെയ്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങണം, കിടക്കണം എന്നുള്ളതാണ്. വേറെ തോട്ട്സിലോട്ടൊന്നും കൂടുതലായിട്ട് പോവാതിരിക്കുക, ആ തോട്ടിൽ തന്നെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇപ്പം ഞാൻ രാവിലെ എണീക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരുടെയും അടുത്ത് തന്നെ ഉണ്ടാവും, കയ്യെത്താ ദൂരത്തുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക. കിടന്നിട്ടും ചെയ്യാം, ഇരുന്നിട്ടും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്ന് കണ്ണടച്ചുകൊണ്ട് ജസ്റ്റ് ഒരു 10 ബ്രീത്തിങ് ചെയ്യുക. 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യുക. ഒരു 10 ബ്രീത്തിങ്. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. മൂക്കിലൂടെ തന്നെ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ വായിലൂടെ ഔട്ട് ചെയ്താലും പ്രശ്നമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഒരു 10 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ഈ കണ്ണടച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, മൊബൈൽ ഫോൺ കയ്യിൽ വെക്കുക. ഇടത് കയ്യിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ വാട്സപ്പൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യുമല്ലോ, അതുപോലെ നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ന വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഓൾറെഡി മെസ്സേജ് വന്നത് നമ്മൾ മനസ്സിൽ കാണുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് മെസ്സേജാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, സെയിം മെസ്സേജാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു കോളാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ നമ്മൾ റീൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വിഷ്വൽ ചെയ്യുക. ആ സമയത്ത് അവർ ഡയൽ ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക, എന്നിട്ട് കോൾ എടുക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ജസ്റ്റ് വിളിക്കുന്നു, സംസാരിക്കുന്നു. മെസ്സേജ് ആണെങ്കിൽ ആ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ പിടിക്കണം. അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് എന്ത് ഫീലാണോ ഉണ്ടാവുക, ബോഡിയിൽ എന്ത് ഇമോഷനാണോ ഉണ്ടാവുക, ആ ഇമോഷനും ഫീലിങ്ങും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കോൺഷ്യസ് ആയിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിരിക്കും അല്ലേ? നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചുകൊണ്ട്, മനസ്സിൽ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ട്, ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ച് സമയം ഇരിക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക, ദൈവത്തോട് നന്ദി പറയുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ആക്ടിവിറ്റീസിലോട്ട് പോവുക. മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ, രാത്രിയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ചെയ്തിട്ട് ഒരൊറ്റ ഉറക്കം, അങ്ങനെ ചെയ്താലും മതി. ഇത് ഒരുപാടൊന്നും വിഷ്വൽ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് വിഷ്വൽ ചെയ്യുക. ബ്രീത്തിങ് കഴിഞ്ഞ ഉടനെ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കത്തിലോട്ട് പോകാം. ഒരുപാട് സമയം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ആവറേജ് ഒരു 1 മന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. കാരണം സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊരു 2 to 3 ടൈംസ് ചെയ്യുമ്പോഴേക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാറുണ്ട്. അത് 24 അവേഴ്സിനുള്ളിൽ റിസൾട്ട് കിട്ടിയ കേസുകളുണ്ട്. പക്ഷെ നമ്മൾ പല ചിന്തകളായി നടക്കുന്ന ആളുകളാണ്, പല പരിപാടികളുണ്ട്, ബിസിനസ്സുകളുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ജോലിയുടെ സ്ട്രെസ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുമില്ല. സോ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വർക്കായി തുടങ്ങും. വർക്കായി കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി മെസ്സേജിൻ്റെ സൗണ്ട് നിങ്ങളുടെ ഫോണിലോട്ട് വരും. സൗണ്ട് മാത്രമല്ല, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ വ്യക്തി തന്നെ ആയിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവർ കോൾ ചെയ്യും, നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പെക്റ്റേഷൻ അല്ല നമുക്ക് വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാക്സിമം അത് മാനസികമായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. തുടർച്ചയായിട്ടൊരു മാസമെങ്കിലും ചെയ്ത് നോക്കുക.
സാധാരണക്കാർ എല്ലാ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ 2 to 3 days ഒക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ പറയുന്നു, ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.